എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു അസ്വി വ്ലോഗ്സ്. ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇപ്പോൾ 2 മണിയായിട്ടോ സമയം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് അട ഉണ്ടാക്കാണ്. അപ്പോൾ ചക്ക വരട്ടിയത് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. പിന്നെ ഇലയാണെങ്കിൽ ഇവിടെ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല. എറണാകുളം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇല കൊണ്ടുവരാൻ പറയാം. പിന്നെ ശർക്കരയുണ്ട്, ഏലക്കായും ഉണ്ട്. വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ. അപ്പോൾ എന്നാൽ നമുക്ക് അട ഉണ്ടാക്കി നോക്കാം. കുറേ നാളെ അടയും കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തായാലും അടയാവുന്ന. പക്ഷേ എന്തായാലേ ഇന്നിപ്പോൾ ഫുള്ള് മഴ ദിവസമാണ്. ഞങ്ങൾ തലക്കൊപ്പിച്ചിട്ട് സർപ്രൈസിങ് ഇത് മഴയുടെ സമയത്ത് കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഒരുവിധം ധൈര്യം സംഭരിച്ച് പിടിച്ചു. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. കുട്ടിയുടെ കാർട്ടൂൺ ടൈമാണ്. ഇപ്പോൾ രാവിലെ പ്ലേ സ്കൂളിൽ പോയി. സാറ്റർഡേസ് എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഇതിനകത്ത് തന്നെയുള്ള പ്ലേ സ്കൂളിൽ പോയിട്ടോ. ഹലോ അമ്മക്കുട്ടി, ഇവിടെ വാടാ. ഓക്കെ, സെക്കൻഡ്. അപ്പം ശനിയാഴ്ച ഇവിടുത്തെ പ്ലേ സ്കൂളിൽ പോകും. അപ്പോൾ ഇവിടെ കളിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ ഉച്ച വരെ കളിച്ചിട്ട് വരും. കുറച്ച് നേരം കാർട്ടൂൺ കണ്ടിട്ട് ഇനി പഠിക്കണം. തിങ്കളാഴ്ച മുതൽ കുട്ടിക്ക് എക്സാം ഉണ്ട്. ഫസ്റ്റ് എക്സാം ഏതാടാ? മാത്സ് ആണെന്ന് തോന്നൂല. എനിക്ക് ടൈം ടേബിൾ എടുത്ത് നോക്കണം. പോർഷൻസ് ഒക്കെ അതിലുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പോർഷൻസ് ഒക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ പതിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഓരോരോ സബ്ജക്റ്റായിട്ട് നോക്കി തുടങ്ങണം. കുട്ടിയുടെ ആദ്യത്തെ പരീക്ഷ. ഹായ് ഡൂഡ്, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? എന്താണ്? അപ്പല്ല, അട. വെരി സൂൺ. റൈറ്റ് നൗ ഉണ്ടാക്കണം. പിന്നെ ഇല വേണ്ടേ? അച്ഛൻ കൊണ്ടുവരണേ. അതേ നമ്മള് 7 കപ്പ്, ഇങ്ങനത്തെ കപ്പ് 7 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളക്കട്ടെ. വലിയ ഉണ്ട ശർക്കരയായിരുന്നു കേട്ടോ. അപ്പൊ അതിങ്ങനെ ചതച്ചിട്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൂ. മധുരമുള്ളതുകൊണ്ട് കുറച്ച് ജസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഈ വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇത് ഏലക്കായ ഉണ്ട്, ജീരകം ഉണ്ട്, ചുക്ക് പൊടിയായിട്ടുള്ള കാരണം ഇതിൽ ആഡ് ചെയ്യണ്ടല്ല. ചുക്ക് കഷ്ണമായിട്ടാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഇതിനപ്പം കുറച്ച് പഞ്ചസാര. അപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് ചുക്ക് പൊടി ഇടാം കേട്ടോ. ഇതിൽ ചുക്കും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണം. ചെറിയൊരു മാറ്റം വരുത്താം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രം ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വേണമായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ വെള്ളം ഉണ്ടല്ലോ നമുക്ക് വേറെ പാത്രത്തിലേക്ക് വെക്കാം. ഇതിൽ ഇരുന്നോട്ടെ വെള്ളം. ഇതിൽ നമുക്ക് മാവ് ശരിയാക്കി എടുക്കാം, അടയ്ക്കുള്ള മാവ്. ഇതിൽ ശർക്കരയൊക്കെ ഉരുക്കി നമ്മൾ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഇല്ല, അത് ഇതിൽ റെഡിയാക്കി വെക്കാം കേട്ടോ. 2 പാത്രത്തിൽ സൈമൾട്ടേനിയസ്ലി നമുക്ക് ചെയ്യാറ്. അയ്യോ, അതിന് നാവിക്ക് കാണണമായിരുന്നോ? കാർട്ടൂൺ കാണാൻ ബിസി ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മ വിളിക്കാൻ. ഇതെപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാ ഇതെടുത്തിട്ട് വായോ എന്നാ. ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും കുറച്ച് ശർക്കര ഉരുകാനായിട്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഈ ശർക്കരയുടെ കളവ് പറയാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒക്കെ ഊഹിച്ചെടുക്കാന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അച്ചും കൂടിയല്ല, ഇത് ഭയങ്കര ഉണ്ടയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പ്രശ്നം ചിക്കനായിട്ടാണോ തോന്നുന്നത്? ചിക്കൻ വരക്കാവുന്നുണ്ടോ? ചിക്കനാണ്. നമുക്ക് വോഫിൾ ട്രൈ ചെയ്യണ്ടേ? അട കഴിഞ്ഞിട്ട് നാളെ വോഫിൾ നാളെ ട്രൈ ചെയ്യാം കേട്ടോ. നമ്മളൊരു സംഗതി മേടിച്ചിട്ടുണ്ടേ. അത് വെച്ചിട്ട് നമ്മൾ വോഫിൾ ട്രൈ ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. ഇറ്റ്സ് ബിഗ് സർപ്രൈസ്. എനിക്കുട്ടി അത് അമ്മയും കുട്ടിയും കൂടെ കുക്ക് ചെയ്യും അല്ലേ. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഉരുകണം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അതാ ഇവിടെ വെള്ളം തിളച്ച് വരുന്നു. കരടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഉണ്ട് കരണ്ട്. അപ്പം നമ്മൾ അരിച്ചെടുത്ത ശർക്കര അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ചക്ക വരട്ടിയത് ഇത് നാട്ടിൽ നിന്ന് ഉള്ളതാണ് കേട്ടോ. നമ്മൾ ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിൽക്കും. ഇത് നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് ആഡ് ചെയ്യണം, അങ്ങനെയാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കണേ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പക്ഷെ ഇത് ഇരിക്കും കേട്ടോ. ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായി അലിഞ്ഞ് ഇതിങ്ങനെ ഒന്നാവണം, അതാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്മിലാക്കിയിട്ട് അരിപ്പൊടി ഇടാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 7-7.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 7 കപ്പിന് 3 കപ്പ്, 7:3 ആണ് ഇപ്പോൾ റേഷ്യോ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കണം. അപ്പോൾ ഇതേ നമുക്ക് ഈ മാവുണ്ടല്ലോ ഫാനിൻ്റെ താഴെ വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഈ മാവിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് ഉണ്ടാക്കിയെടുക്കും. ഇതേ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടാവുന്നു, അപ്പോൾ അതൊക്കെ അരിഞ്ഞ് ഒന്നാണ്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തേങ്ങ ഇടാം. തേങ്ങ നമുക്ക് നോക്കി ഇതാ കൊത്തെടുത്ത് മാറ്റിയിട്ട് നമ്മൾ കൊത്തില്ലാത്ത തേങ്ങ ഇടാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ, ചുക്ക്, ജീരകം എല്ലാം കൂടിയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മണം വരെ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്യാം. വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇരുന്ന് കഴിഞ്ഞാൽ കട്ടിയാവും. പിന്നെ നമുക്കത് സ്പ്രെഡ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഈ ഒരു പരിവ് നല്ല പാകമാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരത്തെ കുറവാണെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ച് ചേർക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടേസ്റ്റ് ചെയ്തത് കറക്റ്റായിരുന്നു. ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്താക്കാം. ആ ചുക്കിൻ്റെ ഏലക്കയുടെയൊക്കെ ഫ്ലേവർ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. മധുരം ഇങ്ങനെ കഴിയുമ്പോൾ ഒരു പൊടിക്ക് കൂടുതലാണ്, അങ്ങനെ കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ. എന്നാൽ അടയ്ക്കകത്ത് വെച്ച് വേവിച്ചൊക്കെ വരുമ്പോൾ കറക്റ്റ് പാകമാവുള്ളൂ. സൂപ്പറായിട്ട് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ എന്തിനാ പോണേ കുട്ടി? അയ്യോ, അമ്മ ചെരുപ്പ് മാറ്റിയില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇടുന്ന ചെരുപ്പ് ഇട്ടിട്ട് പോവാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇല പൊട്ടിക്കാം. വേണോ വീണില്ലല്ലോ, നെല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇല പൊട്ടിക്കാം കേട്ടോ. അട ഉണ്ടാക്കാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ മെയിൻ വഴി. നമ്മൾ താഴെ തന്നെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ അല്ല, അപ്പുറത്തെ വീട്ടിലത്തെ ഒരു അപ്പൂപ്പിൻ്റെയാണ്. അപ്പോൾ ആളോടൊന്ന് പോയി ചോദിക്കണം ആവശ്യമില്ലാന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ചോദിച്ചിട്ട് വരാം. അല്ലെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ വാഴകളുള്ളത്. വാഴ നമ്മുടെ അല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ വാഴ. അപ്പോൾ ഞാൻ അവരോട് പോയി ചോദിച്ചു. അപ്പോൾ പൊട്ടിച്ചോളാൻ പറഞ്ഞു, ഇഷ്ടമുള്ളത്ര പൊട്ടിച്ചോളാൻ പറഞ്ഞു അല്ലേ. നമുക്ക് ഇതിലെ ഇലകളാണ് നമ്മുടെ അടയാവാൻ പോകുന്നത്. ഇലകളാണോ അട? ഇലകളുടെ ഉള്ളിലാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഇലയൊന്നിനി വാട്ടിയെടുക്കാം കേട്ടോ. ജസ്റ്റ് സ്റ്റൗവിൻ്റെ തീരിങ്ങനെ കാണിച്ചെടുത്താൽ മതി. ഞാനൊരു വീഡിയോയിൽ അയൺ ബോക്സ് വെച്ച് തേക്കുന്നുണ്ട്. നല്ല ഐഡിയ കേട്ടോ. അതെ, സ്റ്റൗവൊക്കെ എല്ലാം അവിടെ ഉണ്ടാവില്ല, ഹോസ്റ്റലിലെ പിള്ളേരാകുമ്പോൾ. ഇതേ നമ്മൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇത് ആമസോണിലുള്ള ഇഡ്ഡലി പാത്രമാണ്. ഇത് നല്ലതാണ്, പക്ഷെ ഭയങ്കര വലിപ്പം കൂടുതലാണ്. നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒതുക്കുള്ളത് ഉണ്ടാവും കേട്ടോ. അത് ഞാൻ പാലക്കാട്ടേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ കൂടി നല്ലതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഇടാം. ഇത് നല്ലതാണ്, പക്ഷെ വലിപ്പം കൂടുതലാന്നുള്ള പ്രശ്നമുള്ളൂ. ഇതൊരു ഇല വാട്ടി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ മുറിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീതയ്ക്ക് നമുക്ക് മാവ് വെക്കാം കേട്ടോ. മാവിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെച്ചാൽ ഭയങ്കര കട്ടിയാണെങ്കിലോ അതേപോലെ ഭയങ്കര ലൂസാണെങ്കിലും നമുക്കിത് വെക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇങ്ങനെ അതായത് പരത്തി വരാനായിട്ടേ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് കൺസിസ്റ്റൻസി ഏകദേശം അതായത് എങ്ങനെ കൺസിസ്റ്റൻസി പറയേണ്ടതെന്ന് എനിക്കറിയില്ല, കാടും മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ആ രീതിക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും. അപ്പോൾ ആ രീതിക്ക് കേട്ടോ. എന്നാൽ വല്ലാണ്ട് വെള്ളത്തിൽ മുക്കാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ മാവിലത്തെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഇമ്മക്കുട്ടിയും കൂടിയിട്ടാണ് പരത്തുന്നത്. നമ്മൾ ഏകദേശം ഒരു 40 അട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അധികം മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്.
എന്നിട്ട് ഫസ്റ്റ് സെറ്റ്, അതായത് സ്റ്റീമറിൽ വെക്കാനുള്ള ഏകദേശം 20 ആണ് ഫസ്റ്റ് സെറ്റ് വെക്കണത്. അപ്പോൾ അതിനുള്ളത് പരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ നമ്മൾ ഉള്ളിലത്തെ ഫില്ലിംഗ് ഇല്ലേ അത് വെച്ച് കൊടുക്കുകയാണ്. അത് അധികം ആവണ്ട, കാരണം അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും, പുറത്തേക്കൊക്കെ ചാടി വരും അത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റീമറിൽ വെക്കുക. ഏകദേശം 20 എണ്ണം വെച്ചിട്ടുണ്ട്. ഇത് വലിയ സ്റ്റീമർ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ എൻ്റെ ശബ്ദം പോയിരിക്കുകയാണ്, എനിക്ക് പനി പിന്നെ ഇത് തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ബെറ്ററായി വരുന്നുണ്ട് കേട്ടോ. സോറി, സൗണ്ട് കുറച്ച് അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് സ്റ്റീമറിൽ വെച്ചുല്ലോ, അപ്പോൾ അടുത്ത സെറ്റ് ചെയ്യണ സമയത്ത് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതാവാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് അട റെഡി, നല്ല രസമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അമ്പോ, ഭയങ്കര എക്സ്പ്രഷൻ. ഇഷ്ടമായി ചേട്ടാ? രണ്ടാളും കൂടിയിട്ട് വ്ളോഗ് കാണുക. പണ്ടത്തെ വ്ളോഗ്, ഇമ്മക്കുട്ടിയുടെ മെയിൻ ഹോബിയാ പണ്ടത്തെ വ്ളോഗ് കാണുന്നത്. പഴയ ഇമ്മക്കുട്ടി ഇപ്പൊ കാണും. ഇമ്മക്കുട്ടി ആനയുടെ തുമ്പിക്കൈ. ആ ഇമ്മക്കുട്ടിയാണ് ഈ ഇമ്മക്കുട്ടി. നല്ല ലഡ്ഡു പോലെ ഉണ്ടായിരുന്ന ഇമ്മക്കുട്ടിയാണ്. ഞാൻ ഉടുപ്പൊക്കെ മാറ്റിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? യോഗ ക്ലാസ് ഉണ്ട് ഇപ്പോൾ, 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അതൊരു വലിയ സംഭവം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ഇനി കഴിക്കണുള്ളൂ അട. ഞാൻ യോഗയ്ക്ക് പോകണ്ടെന്നോ അങ്ങനെ പറഞ്ഞായിട്ട്? അങ്ങനെ പറഞ്ഞില്ല. ഇതിപ്പോ എന്താണ് ഞാൻ യോഗയ്ക്ക് പോകാണ്ട് വേണ്ടി നട കഴിക്കാൻ വേണമായിരുന്നോ? എനിക്ക് നല്ല മടിയുണ്ട്. 2 മണിക്കൂർ തിയറി ക്ലാസ് ഉണ്ട്, 2 മണിക്കൂർ. ബൈ കുട്ടി. നല്ല മടിയുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിക്കുക ഏത് സമയത്താണോ ഞാൻ ചേർന്നത്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. ഞാനങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ യോഗ. അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ ജീവൻ തിരിച്ചു പോകുന്നതാണ് മരണം എന്നുള്ളതാണ്. കാരണം ജീവൻ വരുന്നു, ജീവൻ പോകുന്നു, ഇതാണ്. അപ്പൊ നമുക്ക് ജീവനുണ്ട്, അതുകൊണ്ട് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കും. ഈ ജീവൻ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ചലിക്കുവാനും കഴിയില്ല. അപ്പൊ നമ്മുടെ ചലനത്തിന്റെ. അപ്പോൾ യോഗ ഗൂഗിൾ മീറ്റിലാണ് കേട്ടോ നമുക്ക് എടുക്കുക. ആദ്യം ഇതുണ്ട്, തിയറി ക്ലാസ് ഉണ്ട്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കും. തിയറി ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോരോ പ്രാക്ടിക്കൽ ഓരോ ആസനാസായിട്ട് പഠിപ്പിക്കും. ആഴ്ചയിൽ 2 ദിവസത്തെ ക്ലാസ്സാണുള്ളത്. പക്ഷെ മിക്കവാറും ഞാൻ ആഴ്ചയിലത്തെ ഒരു ക്ലാസ് എടുക്കാറുള്ളൂ. എനിക്ക് പറ്റാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർക്കിൻ്റെ തിരക്കും അതും ഇതൊക്കെ. ഇതൊരു കോഴ്സാണ് കേട്ടോ, അത് പരീക്ഷയ്ക്ക് ഉണ്ട്, ഒരു ഡിപ്ലോമ കോഴ്സാണ്. അതുകൊണ്ട് ഞാനിത് കഴിഞ്ഞിട്ട് വിവരങ്ങളൊക്കെ പറയാം, കാരണം എനിക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ആയിട്ടില്ല. പിന്നെ എന്തിനാ ചേർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ. അതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ പെട്ടെന്ന് പറയാം. സർപ്രൈസായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോരോ ആസനാസാണ്. പക്ഷെ ചെയ്യുമ്പോഴേക്കും മടിയുണ്ടെങ്കിലും എന്ന് വെച്ചാൽ ചെയ്യണേക്കാളും മുന്നേ മടി ഉണ്ടെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും, എന്തെങ്കിലും ചെയ്തൂലോ എന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ പ്രാക്ടീസും വേണം കേട്ടോ. സൂര്യ നമസ്കാരം ഞാൻ പഠിച്ച് വരണേ ഉള്ളൂ. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. ഇനി നന്നായി പഠിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. കുറേ എണ്ണം ചെയ്യണം നമുക്ക് രാവിലെയൊക്കെ. അപ്പം രാവിലെ വൈകിട്ടോ, എന്നാലേ അത് പ്രാക്ടീസായി നമുക്ക് ബൈ ഹാർട്ട് ആവുള്ളൂ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്തായാലും. അപ്പോൾ ഇതേ യോഗ കഴിഞ്ഞു, നല്ലോണം ക്ഷീണിച്ചു. ഇനി ഞാൻ പോയി അട കഴിക്കട്ടെ കേട്ടോ. അയ്യോ, ഇവിടെയൊക്കെ മൊത്തത്തിൽ ഉൾപ്പെടുത്താം. ഇനി അത് ശീലമാവണം. അങ്ങനെ ശീലമായിട്ടില്ല. കുറച്ച് ക്ലാസ്സസ് അല്ലേ ആയുള്ളൂ, ആഴ്ചയിൽ 2 ക്ലാസ്സേ ഉള്ളൂ. ഞാനാണെങ്കിൽ വേറെ പ്രാക്ടീസൊന്നും ചെയ്യില്ല, ആകെ ഈ നടത്തം മാത്രമേ ഉള്ളൂ. ഇനി എന്തായാലും അമ്മയടുത്ത് പറഞ്ഞു എനിക്ക് സൂര്യനമസ്കാരം പഠിക്കണം. ഈ സാറ് നന്നായിട്ട് പറഞ്ഞു തരും കേട്ടോ, അടിപൊളിയാണ്. പക്ഷേ എൻ്റെ മടിയാണ് പ്രശ്നം, എനിക്കങ്ങോട്ട് സെറ്റാവുന്നില്ല. പിന്നെ ഞാൻ ജിമ്മിലല്ലേ പോയി ശീലം, അതെങ്ങനെ നമ്മളിങ്ങനെ ചെയ്തു പോകും. അങ്ങനെ മനസ്സർപ്പിക്കേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് പക്ഷേ ഇൻഹെയിൽ എക്സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ആവണം. ജിമ്മിൽ പോകുമ്പോഴും അങ്ങനെ ഇൻവോൾവ് ആവേണ്ടതാണ്, അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുക. പക്ഷെ അങ്ങനെ ഇൻവോൾവ് ആവാണ്ടും എനിക്ക് കാര്യം നടന്നത്. പക്ഷേ യോഗ അങ്ങനെയല്ലല്ലോ, എനിക്ക് മെൻ്റലി കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എൻ്റെ തലയ്ക്ക് കുറേ കാര്യങ്ങളൊന്നും കയറില്ല.
ബുദ്ധിപരമായിട്ട് എനിക്ക് ഭയങ്കര കുറവാണ്. കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവും ഓർത്ത് വയ്ക്കാനുള്ള കഴിവൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. അതേ നമ്മുടെ അട. അപ്പം ഞാൻ കുഞ്ഞി അടകളാണ് കേട്ടോ അടുത്ത്. യമ്മി. പിന്നെ അധ്വാനിച്ച് കഴിക്കണോണ്ടാന്ന് തോന്നുന്നു ഞാനാകെ യോഗയൊക്കെ ക്ഷീണിച്ചൊരുമാതിരി W പോലെയായി. സോ ഗുഡ്. നമ്മുടെ പഴയ ഒരു ടേസ്റ്റ് അല്ലേ, നമ്മളിങ്ങനെ ചെറുപ്പം മുതൽക്കേ കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റും എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പിന്നെയും കഴിക്കുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അട കഴിക്കട്ടെ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോയി മേലൊക്കെ കഴുകി അത്രയേ ഉള്ളൂ. ഉമ്മക്കുട്ടിയെ പഠിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു.